ഫ്രണ്ട്സ്, ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി ദോശയാണ്. അതിന് റാഗി പൗഡറും ഗോതമ്പ് പൗഡറും വെച്ച് മറ്റ് ഇൻഗ്രീഡിയൻസും എല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുത്തിട്ട് നമുക്കൊരു ദോശ ഉണ്ടാക്കാം. ഒരു വെറൈറ്റിയാണ് ഇത്. ആദ്യം തന്നെ ഒരു ചെറിയ തക്കാളി എടുത്ത് അത് ഒരു 4 കട്ട് ചെയ്ത് മിക്സിയിലേക്ക് ഇടുക. 4 മുറിച്ചാൽ മതി. 4 മുറിച്ച് അത് മിക്സിയിലേക്ക് ഇടുക. അത് കഴിഞ്ഞ ശേഷം ഒരു 5 ചെറിയ ഉള്ളി ഞാനത് 4 കീറിയിടുകയാണ്, വേഗം അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ അത് കഴിഞ്ഞ ശേഷം ഒരു പച്ചമുളക് അതിൻ്റെ അകത്ത് ഇടുകയാണ്. പിന്നെ ഒരു ഇഞ്ചി ചെറിയ പീസ് അത് ചെറുതായിട്ട് അരിഞ്ഞ് ആ അരയ്ക്കുന്നതിൻ്റെ കൂടെ ഇടുവാണ്. അത് കഴിഞ്ഞ ശേഷം ഒരു ചെറിയ കരിവേപ്പില അതിൻ്റെ അകത്ത് വിട്ട് കഴിഞ്ഞ ശേഷം നമുക്കിതൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. അതിനായിട്ട് കുറച്ച് ജീരകം, 1 ടീസ്പൂൺ ജീരകം, കുറച്ച് തേങ്ങ, 1/2 കപ്പ് തേങ്ങ ചിരവിയത്, പിന്നെ കുറച്ച് ഉപ്പ് എല്ലാം കൂടെ ഇട്ട് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് മിക്സിയിൽ വെച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അതിലേക്ക് അതിൻ്റെ അധികമൊന്നും വെള്ളമൊന്നുമില്ല, കുറച്ച് നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. അത് തക്കാളിയുടെ കളറാണ് അത് റെഡായിട്ടിരിക്കുന്നത്. ആദ്യം തന്നെ റാഗി പൗഡർ ഒരു 1/2 കപ്പേ ഞാൻ എടുത്തിട്ടുള്ളൂ. 1/2 കപ്പ് റാഗി പൗഡർ അത് നന്നായി ഒന്ന് മിക്സ് ചെയ്യണം ഞാൻ. പിന്നെ ഒരു 1/2 കപ്പ് ഗോതമ്പ് മാവ്, ഇതെല്ലാം ചേർത്ത് നല്ലോണം ഒന്ന് ഇളക്കി വെക്കുക കേട്ടോ, അല്ലെങ്കിൽ പിന്നെ അതങ്ങ് അരയ്ക്കേണ്ടതല്ലേ നമ്മൾ മിക്സിയിലിട്ട്. പിന്നെ ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് ഇളക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ ശേഷം അത് നമുക്ക് മിക്സിയിൽ വെച്ച് ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. നന്നായിട്ട് അരച്ചിട്ടുണ്ട്. റാഗി പൗഡർ, ഗോതമ്പ് എല്ലാം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളൊരു പാത്രത്തിലേക്ക് അതിനെ മാറ്റുകയാണ്. അത് ഒരു ദോശ ബാറ്ററിൻ്റെ അളവിലാണ് മാവിരിക്കുന്നത്. ഒരു 10 മിനിറ്റ് ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ്. ആ 10 മിനിറ്റ് കൊണ്ട് നമുക്കൊരു ചട്നി ഉണ്ടാക്കാം. അത് കഴിഞ്ഞ ശേഷം ഞാൻ സ്റ്റൗ കത്തിച്ച് ദോശ പാൻ അടുപ്പത്ത് വെച്ച് സാധാരണ നമ്മളെങ്ങനെ ദോശ ചുടുന്നോ അതേപോലെ തന്നെ ഞാൻ ദോശ ചുട്ടെടുക്കുകയാണ്. രാവിലെ പെട്ടെന്ന് ഉണ്ടാക്കണമെങ്കിൽ ഇത് നമുക്ക് വേഗം ഉണ്ടാക്കിയെടുക്കാം. അധികം നമുക്ക് സമയമൊന്നും വേണ്ട, വേഗം തന്നെ ആകും. അതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് നെയ്യാണ് ഒഴിച്ചിരിക്കുന്നത്. ഒരു 1/2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിരിക്കുകയാണ്. സ്റ്റവ് കൂട്ടി തന്നെ വെച്ചോളൂ, പിന്നെ മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചോളൂ. നന്നായി ദോശ ചുട്ടെടുക്കുക. എങ്കിൽ നമ്മൾ ഗോതമ്പ് ദോശ എങ്ങനെ ചുടുന്നോ അതേപോലെ തന്നെയാണ് ഇത് ചുട്ടെടുക്കേണ്ടത്. ഇതൊരു വെറൈറ്റി ദോശയാണ്, നല്ല ടേസ്റ്റും ആയിരിക്കും കഴിക്കാനായിട്ട്. ഇതിൽ ടൊമാറ്റോ ചട്നി, തേങ്ങാ ചട്നി വെച്ച് നമുക്കിത് കഴിക്കാം. ഞാനൊരു 2-3 എണ്ണം ഇങ്ങനെ ഉണ്ടാക്കി കാണിക്കുകയാണ്. അതിന് ചൂട് റെഡ്യൂസ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ആ ടിഷ്യൂ വെച്ച് നല്ലോണം തുടയ്ക്കുന്നത്, അല്ലെങ്കിൽ പിന്നെ ദോശ ഒട്ടിപ്പിടിക്കും. ആ ചൂടൊന്ന് റെഡ്യൂസ് ആവും നമ്മൾ ടിഷ്യൂ വെച്ച് നല്ലോണം തുടയ്ക്കുമ്പോൾ. പിന്നെ അതിൻ്റെ പുറത്ത് കുറച്ച് നെയ്യ്. തിന്നായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വല്ലപ്പോഴും ഒരിക്കലും ഇതൊന്നും വെറൈറ്റി ആയിട്ട് നമുക്ക് ഉണ്ടാക്കി കഴിക്കാമല്ലോ.
വേണമെങ്കിൽ നമുക്കിതിൽ കൂടെ ഒരു ഇച്ചിരി കായ പൗഡർ ചേർക്കാം. ഞാൻ കായത്തിൻ്റെ പൗഡർ ചേർത്തിട്ടില്ല, വേണമെങ്കിൽ ചേർക്കാം. എല്ലാവർക്കും ഈ ദോശ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനലിന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. എല്ലാവരും ഒരു പ്രാവശ്യം ഇത് ഉണ്ടാക്കി നോക്കുക. താങ്ക് യു വ്യൂവേഴ്സ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു. ബൈ.